യാക്കോബായ സഭ നിരണം ഭദ്രാസന മുൻ മെത്രാപ്പോലീത്ത ഗീവർഗീസ് മാർ കുറിലോസിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തരം താണതെന്ന് വി.ഡി. സതീശൻ. പിണറായി വിജയൻ കാലം കാത്തുവച്ച നേതാവാണ് എന്നു പറഞ്ഞയാളാണ് ഗീവർഗീസ് മാർ കുറിലോസ്. അദ്ദേഹത്തെ തന്നെ അങ്ങനെ വിളിച്ചപ്പോൾ സന്തോഷമായെന്ന് സതീശൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പുരോഗമനപരമായി അഭിപ്രായം പറയുന്ന ഒരു പുരോഹിതൻ സർക്കാരിനെ വിമർശിച്ചപ്പോൾ അതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എത്ര തരം താണതാണെന്നും ഇത് മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ലെന്നും സതീശൻ വ്യക്തമാക്കി. മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രരോട് വിദൂരർ പറയുന്നുണ്ട്, അപ്രിയങ്ങളായ സത്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും വളരെ ദുർബലമായ ആളുകളായിരിക്കും. പക്ഷേ പ്രിയങ്ങളായ സത്യങ്ങൾ പറയാനും കേൾക്കാനും ഒരുപാട് പേരുണ്ടാകും. മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപചാപക സംഘം പറയുന്ന ഇരട്ടശങ്കൻ, കാരണഭൂതൻ തുടങ്ങിയ വാക്കുകൾ കേട്ട് അദ്ദേഹം കോൾമയർ കൊണ്ടിരിക്കുകയാണെന്ന് സതീശൻ പറഞ്ഞു. തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്കാണ് സർക്കാർ പോകുന്നതെന്നാണ് കുറിലോസ് പറഞ്ഞത്. എന്നാൽ എന്നെ ആരും തിരുത്താൻ വരണ്ട എന്ന പ്രഖ്യാപനമാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയത്. അദ്ദേഹം മലയാള ഡിക്ഷണറിയിലേക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്യുകയാണെന്നും സതീശൻ പരിഹസിച്ചു. നികൃഷ്ടജീവി, വിവരദോഷി എന്നിങ്ങനെ പാർട്ടിക്കകത്തും പുറത്തും ഒരു വിമർശനത്തെയും സഹിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രീതി. അദ്ദേഹം ഇത് തന്നെ തുടരുന്നതാണ് പ്രതിപക്ഷത്തിന് നല്ലത്. സംസ്ഥാനത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായതെന്ന് വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ മാത്രം മതി. കണ്ണൂരിൽ കോൺഗ്രസിന് നോമിനേഷൻ കൊടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് പോലും വലിയ മുന്നേറ്റമുണ്ടാക്കാനായെന്നും CPM കേരളത്തിൽ തകരുകയാണെന്നും അത് മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാമെന്നും സതീശൻ പറഞ്ഞു. പുരോഹിതന്മാർക്കിടയിലും ചില വിവരദോഷികൾ ഉണ്ടാകുമെന്നും ഇനിയും ഒരു പ്രളയം ഉണ്ടാകട്ടെ എന്നുമാണ് ചിലർ ആഗ്രഹിക്കുന്നതെന്നാണ് കുറിലോസിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത്. പിണറായി സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസം ഗീവർഗീസ് മാർ കുറിലോസ് വിമർശനമുന്നയിച്ചിരുന്നു. ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികൾ ഉണ്ടാകും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ആരും ഇവിടെ വന്ന് ഒരു പ്രളയമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതിന് ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നാടാകെ ഒറ്റക്കെട്ടായി നിന്നു. അതാണ് കേരളം ലോകത്തിനു നൽകിയ പാഠമെന്നും പിണറായി പറഞ്ഞു. പ്രളയകാലത്ത് സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങൾ തീർത്തും നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചതെന്നും പിണറായി പറഞ്ഞു. തളർന്നിരുന്നു പോകേണ്ട ഒരു ഘട്ടത്തിൽ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ് അതിനെല്ലാം അതിജീവിക്കാൻ സഹായകമായത്. വലിയ ദുരന്തമാണെങ്കിലും തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല നാം തയ്യാറായത്. അതിനെ അതിജീവിക്കും എന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു. ആ അതിജീവനം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ തോതിൽ പ്രശംസിക്കപ്പെട്ടതായും പിണറായി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് കാരണം ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിന്റെ നിലവാര തകർച്ചയാണെന്ന് കുറിലോസ് അഭിപ്രായപ്പെട്ടിരുന്നു. ഭൂരിഭാഗം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ്. ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികൾ ആയിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.